ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റിലെ വാട്ടർ കളർ ക്ലാസ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വാട്ടർ കളർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ്. നിങ്ങൾ കളർ വാങ്ങുമ്പോൾ, അതായത് വാട്ടർ കളർ വാങ്ങുമ്പോൾ ആർട്ടിസ്റ്റ് വാട്ടർ കളറാണോ അതോ സ്റ്റുഡൻറ്റ് വാട്ടർ കളറാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഓരോ ബോക്സുമ്മലും ഓരോ വ്യത്യസ്ത പെയിൻറ്റിങ്ങുകളായിരിക്കും, അത് കുഴപ്പമാക്കണ്ട. ആർട്ടിസ്റ്റ് വാട്ടർ കളർ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങുക. കാരണം എന്താണെന്ന് വെച്ചാൽ പല കുട്ടികളത് നോക്കാതെ വാങ്ങാറുണ്ട്. സ്റ്റുഡൻറ്റ് വാട്ടർ കളറൊക്കെ വാങ്ങിയാലും നമ്മളത് വെച്ചിട്ട് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ആ പെയിൻറ്റിങ് കുറച്ച് അത് ഡ്രൈ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുള്ള കളറാവില്ല. അത് പെട്ടെന്ന് തന്നെ ഡള്ള് ഫിനിഷായി പോകും കേട്ടോ, നരച്ച് പോകും എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ 12 ഷെയ്ഡാണുള്ളത്. 24 ഷെയ്ഡിൻ്റെ ബോക്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ നമുക്കത് മാറ്റിയേക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡ്രോയിങ് ചെയ്യാനുള്ള, അതായത് വാട്ടർ കളർ ചെയ്യാനുള്ള പേപ്പറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രോയിങ് ബുക്കിലെ പേജ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡ്രോയിങ് ബുക്ക് തിക്നെസ്സുള്ള പേജ് ആവണം, അതായത് GSM കൂടുതലുള്ള പേജ് ആവണം. എൻ്റെത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പേജുകളാണ്. ചിലരുടെ ഡ്രോയിങ് ബുക്കിൽ വളരെ തിന്നായിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കും. അതിന് നിങ്ങൾ ഒരിക്കലും വാട്ടർ കളർ ചെയ്യരുത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതുപോലുള്ള ബുക്കിൽ ചെയ്ത് പഠിക്കുക. പിന്നെ നിങ്ങൾ വാട്ടർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് ഷീറ്റാണ് കേട്ടോ. അതിലാണ് നമ്മൾ സാധാരണ വാട്ടർ കളർ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ, അതായത് ബിഗിനേഴ്സ് നമ്മുടെ സാധാരണ ഡ്രോയിങ് ബുക്ക് ഉപയോഗിച്ചാൽ മതി. അതായത് കട്ടിയുള്ള ഡ്രോയിങ് ഷീറ്റായിരിക്കണം. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലെ ബ്രഷുകളാണ്. ഇപ്പോൾ നമ്മൾ വാട്ടർ കളറിന് യൂസ് ചെയ്തതുപോലുള്ള റൗണ്ട് ബ്രഷുകളാണ്. ഇതും ഓരോന്നും ഡിഫറെൻറ്റ് ഗ്രേഡുകളാണ് കേട്ടോ. അതായത് 0 ഉണ്ടാവും, 2 ഉണ്ടാവും, 4 ഉണ്ടാവും, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ഗ്രേഡുകളാണ്. ഇതാണ് റൗണ്ട് ബ്രഷ് കേട്ടോ. റൗണ്ട് ബ്രഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റം ഇതുപോലെ റൗണ്ടായിട്ടായിരിക്കും. അത്ര ശ്രദ്ധിച്ചാൽ നമ്മൾ വാട്ടർ കളറിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക ഈ റൗണ്ട് ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ആ ഒരു അറ്റം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫ്ലാറ്റ് ബ്രഷാണ്. ഇത് നമ്മൾ അക്രിലിക്, ഓയിൽ പെയിൻറ്റിങ് എന്നിവയൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് വാട്ടർ കളറിന് ഇത് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക, കളറ് വാഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സാധാരണ ഇത് യൂസ് ചെയ്യാറ് കേട്ടോ. ഇത് കൂടുതലും നമ്മൾ വാട്ടർ കളറിൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ രണ്ട് ആ ഒരു ബ്രഷുകളും തമ്മിലുള്ള ഡിഫറൻറ്റ്. ഒന്ന് അതിൻ്റെ അറ്റം പരന്നിട്ടാണ്, അതാണ് ഫ്ലാറ്റ് ബ്രഷ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റൗണ്ട് ബ്രഷ്, അതായത് ഓരോന്നും ഞാൻ ഇതുപോലെ ഒരു ബണ്ടിലാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഷുകളാണ്. പിന്നെ ബ്രഷ് വാങ്ങുമ്പോൾ നല്ല ബ്രഷ് തന്നെ വാങ്ങാൻ നോക്കുക. ഞാനിവിടെ വാങ്ങിയിട്ടുള്ള സിന്തറ്റിക്കിൻ്റെ ഹെയറുള്ള ബ്രഷാണ് കേട്ടോ. നിങ്ങൾ ലോക്കൽ ബ്രഷ് വാങ്ങുമ്പോൾ കളറിങ്ങിനെ അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ നല്ല ബ്രഷ് വാങ്ങുക കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എന്താ പറയുക, ഇതുപോലെ ഒരു പാലറ്റാണ്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാലറ്റാണ് കേട്ടോ. മോളുടെ ചെറിയൊരു പാലറ്റ്. നമ്മൾ വലിയ പാലറ്റാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു പാലറ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. പാലറ്റ് വാങ്ങുമ്പോൾ വൈറ്റ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്കിതുപോലെ ഒരു എന്താ പറയുക ബോട്ടിൽ അല്ലെങ്കിൽ ഒരു മഗ്, അതാണ് വേണ്ടത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. കാരണം നമുക്ക് ബ്രഷ് കഴുകേണ്ടി വരും, കളറ് വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മഗ് അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം എന്താ പറയുക സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു ബോട്ടിൽ കേട്ടോ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കാണിക്കുന്നത്. നമ്മൾ വാട്ടർ കളറിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് കളറ് വാഷ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടാപ്പൊന്നും ഒട്ടിച്ച് കൊടുക്കുന്നില്ല. അതായത് മാസ്കിങ് ടാപ്പ് നമ്മളെല്ലാ വർക്കിലും ചെയ്യാറുണ്ട്. കാരണം വൈറ്റ് എന്താ പറയുക ആ ഒരു ഔട്ട്ലൈന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ വലിയ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ നമ്പർ 12 ആണ് കേട്ടോ. ഈ വലിയ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് അത് ചെയ്ത് കിട്ടും. നിങ്ങൾ ചെറിയ ബ്രഷ് യൂസ് ചെയ്യുമ്പോഴാണ് ബ്രഷ് ഇങ്ങനെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിച്ച ആ ഒരു മാർക്കുകൾ അതിലുണ്ടാവും.
ചെറിയ ബ്രഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നമ്മളിത് അങ്ങനെ ഒരു മിസ്റ്റേക്കുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒരു കളറും നമ്മളിതിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടോ. ഒരുപാട് വെള്ളം നിങ്ങൾ യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ പാലറ്റിൽ ഞാനിവിടെ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്, ബ്ലൂ എടുത്തിട്ടുണ്ട്, ലൈറ്റ് ഗ്രീന്, അതേപോലെ ലീഫ് ഗ്രീനുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കളറിൻ്റെ പേരുകൾ ഓരോന്നും നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഉണ്ടാവും ഗ്രീനും യെല്ലോ ഒക്കെ പല ചെറിയ ചെറിയ ഷെയ്ഡിന് വ്യത്യാസമായിട്ട് 2-3 കളേഴ്സ്. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത്, അതായത് എന്ത് ടോണാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് യെല്ലോ ആണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് എന്താ പറയുക, വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലയിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്തത് കൊണ്ടാണ് ഇത് ഇത്ര വൃത്തിക്ക് കിട്ടുന്നത്. നമ്മൾ ഒരിക്കലും വാട്ടർ കളർ തിക്കായിട്ട് കളർ ചെയ്യുക. വാട്ടർ കളർ എന്ന് വെച്ചാൽ ട്യൂബിൽ കിട്ടുന്ന കളറിനെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പലരും വാട്ടർ കളർ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള വാട്ടർ കളർ കേക്ക്സ് യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടോൺ യെല്ലോ ആണ് വെച്ചിട്ടുള്ളത്. സെക്കൻഡായിട്ട് നമ്മൾ ലീഫ് ഗ്രീൻ ആണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യരുത്. നമ്മൾ പാലറ്റിൽ തന്നെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ലയിപ്പിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു പേപ്പറിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ ഒരു പേപ്പറിൽ വന്നിട്ട് നിങ്ങൾ എന്താ പറയുക കളറ് മിക്സ് ചെയ്യരുത് കേട്ടോ. അത് പാലറ്റിൽ തന്നെ മാക്സിമം നന്നായിട്ട് ലയിപ്പിച്ചിട്ട് വേണം നമ്മുടെ പേപ്പറിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതുപോലെ വലിക്കണം, അല്ലാതെ തലങ്ങും വിലങ്ങും ബ്രഷ് ഇട്ടിട്ട് വലിക്കരുത് കേട്ടോ. ഇത് ഡ്രൈ ആയതിന് ശേഷമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. വാട്ടർ കളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമാണ് നമുക്ക് പോലും ആ ഒരു പിക്ചർ എന്താണ് എന്ന് മനസ്സിലാക്കണേ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആവണം. ഇപ്പം നമ്മൾ എന്താ പറയുക ബ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ലൈറ്റ് ബ്ലൂ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ വാട്ടർ എന്താ പറയുക വാഷ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ടോൺ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് സെക്കൻഡും തേർഡും ടോണുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം യൂസ് ചെയ്യരുത്. ഞാനിവിടെ ഒരു ട്രീ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ഒരു പിക്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കളർ വാഷിംഗ് ആണ് പഠിക്കുന്നത് കേട്ടോ. വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തിട്ടാണ് വലിയ വർക്കിലേക്ക് പോവുള്ളൂ. കാരണം ഒരുപാട് എന്താ പറയുക ശ്രദ്ധ കിട്ടേണ്ട ഒരു കാര്യമാണ് ഈ വാട്ടർ കളറിങ്. നമ്മുടെ ഓയിൽ പെയിൻറ്റിങ്, അക്രിലിക് പെയിൻറ്റിങ് എന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്കത് മായ്ച്ചിട്ട് വീണ്ടും വരയ്ക്കാം. പക്ഷേ വാട്ടർ കളറിൽ ഒരു വട്ടം മിസ്റ്റേക്ക് പറ്റിയാൽ ആ ഒരു പിക്ചർ പിന്നെ തിരുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ട് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഓരോ വർക്കും കംപ്ലീറ്റ് ആക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രീ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഡ്രൈ ആവാത്തത് കൊണ്ട് തന്നെ ഞാൻ യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ബേൺസീനയാണ്. നിങ്ങളുടെ ബോക്സിൽ ഓരോ ട്യൂബിൻ്റെ മേലെയും പേരുണ്ടാകും. ബേൺസീന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രൗൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാലറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് വെള്ളം യൂസ് ചെയ്യരുത്. നമ്മുടെ ഈ ഒരു ട്രീയുടെ എന്താ പറയുക ബ്രൗണ് കാണുന്ന ഭാഗമല്ല, അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈറ്റായിട്ടാണ്. സെക്കൻഡും തേർഡൊക്കെ ടോൺ ചെയ്യുമ്പോൾ മാത്രമാണ് അതിനൊരു ഫിനിഷിങ് ടച്ച് കിട്ടുള്ളൂ കേട്ടോ. വാട്ടർ കളറിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് വരക്കുന്ന ആർട്ടിസ്റ്റിന് പോലും അതെന്തായിത്തീരും എന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. കാരണം വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ടോണുകളും വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ലീഫ് ഗ്രീനും ബേൺസീനയും ചെറുതായിട്ട് ലൈറ്റ് ബ്ലൂവും കൂട്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എപ്പോഴും പാലറ്റിലാണ് പെയിൻറ്റ് മിക്സ് ചെയ്യേണ്ടത്. ഒരിക്കലും പേജിൽ വന്നിട്ട് കളറ് മിക്സ് ചെയ്യരുത് കേട്ടോ. അതായത് പാലറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ പേജിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് കളർ എടുക്കരുത്. ലൈറ്റായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് പലരും നല്ല കട്ടിക്ക് തന്നെ കളർ എടുക്കും. അങ്ങനെയല്ല വാട്ടർ കളർ ചെയ്യേണ്ടത് കേട്ടോ. ലൈറ്റായിട്ടാണ് നമ്മൾ ഓരോ ടോണും വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ,
ഇനി വാട്ടർ കളർ ചെയ്യുമ്പോൾ കൂടെ കരുതേണ്ട 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയി. ഒരു ടിഷ്യൂ പേപ്പർ കൂടെ കരുതുക. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ആ ഒരു ആവശ്യത്തിലധികമുള്ള വെള്ളം ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു വേസ്റ്റ് ക്ലോത്തും കൂടെ കരുതുക. കാരണം നമ്മുടെ ബ്രഷൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒരിക്കലും കൂടുതൽ വെള്ളം പോയി എന്ന് തോന്നുന്ന ഭാഗങ്ങൾ, അതായത് നമ്മൾ കളറിങ് ചെയ്യുമ്പോൾ വെള്ളം കൂടിപ്പോയി എന്ന് തോന്നിയാൽ ഈ ക്ലോത്ത് വെച്ചിട്ട് നിങ്ങൾ വെള്ളം അബ്സോർബ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. കാരണം അങ്ങനെയാകുമ്പോൾ ആ ഒരു പേജ് ഡാമേജ് ആകും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഒരുപാട് മായ്ക്കുമല്ലോ റേസർ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു പേജിന് വൃത്തികേട് വരില്ല. ആ ഒരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾ കൂടുതൽ വെള്ളം ഉള്ള ഭാഗങ്ങളിൽ ക്ലോത്ത് വെച്ചിട്ട് വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പം നമ്മൾ ട്രീ ആണ് ടോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് യെല്ലോ ആണ്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലീഫ് ഗ്രീൻ ആണ് കേട്ടോ. ഇനി ഇതിന്മേൽ കൂടുതൽ ടോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഈ ഒരു കളേഴ്സൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരേണ്ടതുണ്ട്. വരക്കുന്ന ആർട്ടിസ്റ്റിന് പോലും വർക്ക് കംപ്ലീറ്റ് ആവാതെ എന്താണ് അതിൻ്റെ ഒരു ഫിനിഷിങ് വർക്ക് എന്നുള്ളത്, അതായത് ഒരു ഫിനിഷ്ഡ് ഒരു പിക്ചർ മനസ്സിലുണ്ടാവില്ല. കാരണം വാട്ടർ കളറാണ്. കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പിക്ചർ എത്രത്തോളം നന്നായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റഡ് ഒരു വർക്കല്ല ഇന്ന് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വാട്ടർ കളർ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മീഡിയം തന്നെയാണ്, മറ്റുള്ളതിനെ പോലെയല്ല. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെറിയ ചെറിയ വർക്കുകൾ പഠിച്ചിട്ടാണ് നമ്മൾ വലിയ വർക്കിലേക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് വേണ്ടി മാത്രം വർക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. കാരണം വാട്ടർ കളർ ഡിഫിക്കൽട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഒരുപാട് ട്രൈ ചെയ്താലാണ് നമുക്ക് നല്ലൊരു വർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും.